ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കിഴങ്ങ് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്, തേങ്ങയൊന്നും അരയ്ക്കാതെ. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 3 കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി സവോള, 3 പച്ചമുളക്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഈ കിഴങ്ങും സവോളയും ഇതെല്ലാം കൂടി ഒന്ന് കുക്കറിലിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഈ ക്യാരറ്റും കൂടെ ഇട്ട് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഇങ്ങനെ നമുക്ക് വഴറ്റി വേണമെങ്കിലും ചേർക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു സവോള. അങ്ങനെ നമ്മൾ മൊത്തം ഒരു 1.5 സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. കിഴങ്ങിൻ്റെ കൂടെ വേവിക്കാനും ഒരു അരമുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഈ കിഴങ്ങും ഒക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യമേ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമല്ലേ, അത് നമുക്കൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും സവോളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും നമുക്കൊന്നിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് മാത്രം നമുക്ക് മതി ഈ ഒരു കറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് വഴറ്റിയെടുക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ കിഴങ്ങ് വേവിക്കാൻ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങയൊന്നും അരയ്ക്കുകയും ചരണ്ടുകയും ഒന്നും വേണ്ട. ഇതൊരു കിഴങ്ങ് വേകാനായിട്ട് ഒരു 5 മിനിറ്റ്, ഇതൊക്കെ ഒന്ന് വഴറ്റി ചേർക്കാനായിട്ട് ഒരു 5 മിനിറ്റ്, അങ്ങനെ ഒരു 10 മിനിറ്റ് മാത്രം മതി നമുക്ക് ഈ കറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഗരം മസാല ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മാത്രം ചേർത്താൽ മതി, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന നമ്മൾ കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കിഴങ്ങ് അത്യാവശ്യം ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്, ഒത്തിരി ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നല്ലൊരു വീഡിയോ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.